ഹായ്, ഞാൻ ജയ റെജി മത്തായി, സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ടെക്സസിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തെപ്പറ്റി, അതായത് MDMAയുടെ ഉപയോഗത്തെപ്പറ്റിയും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നും അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ വിശദമായിട്ട് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. അത് കണ്ട എല്ലാവർക്കും, കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. പിന്നെ എൻ്റെ ഒരു അപേക്ഷ, ഇങ്ങനെയുള്ള വീഡിയോകൾ, ഈ എഡ്യൂക്കേഷണൽ വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും അഥവാ മറ്റെന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുക, അതനുസരിച്ച് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ, ഒരു പൊതുവെ നമ്മുടെ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും എന്തുകൊണ്ടാണ് ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാവരും പറയുന്നു അവരുപയോഗിക്കുന്നു, ഇവരുപയോഗിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു സമയമാണ് എന്തുകൊണ്ടാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾക്കിതിനെപ്പറ്റി അറിവില്ലായ്മയാണ്. ഇതുപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ അത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ തലമുറയെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന പലർക്കും അറിഞ്ഞുകൂടാ. അപ്പം അതാണ് ഞാൻ പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒരു കുഞ്ഞു വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിനെ നമ്മൾ പഠിപ്പിക്കത്തില്ല, തീയാണ് അത് പൊള്ളും. അപ്പോൾ കുട്ടി തീ തൊട്ട് കളിക്കാറില്ല. അതുപോലെ തന്നെ ഒരു ആഴമുള്ള പുഴയോ ഒരു കിണറോ അങ്ങോട്ടൊന്നും കുട്ടികൾ എടുത്ത് ചാടത്തില്ല. കാരണം അതറിയാം അങ്ങനെ ചെയ്യുന്നത് ആപത്താണെന്ന്. അപ്പം ഇതുപോലെ തന്നെയോ ഇതിൽ കൂടുതലായിട്ടോ തീവ്രതയോടുകൂടി നമ്മുടെ കുട്ടികളെ, അതുപോലെ തന്നെ മുതിർന്നവരും, ഇപ്പോൾ പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല എങ്കിൽ കുട്ടികൾ മാത്രമല്ല, ഇപ്പം ഞാൻ ഈയിടെ ന്യൂസിലൊക്കെ കണ്ട് അമ്മമാർ കുട്ടികളെ കൊണ്ട് ഡ്രഗ്സ് വിൽപ്പിക്കുന്നു, അമ്മമാർ ഉപയോഗിക്കുന്നു, കുട്ടികളെ കൊണ്ട് സെല്ല് ചെയ്യിപ്പിക്കുന്നു, കുടുംബമായിട്ട് വിൽക്കുന്നു, കുടുംബമായിട്ട് ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഇതിനെപ്പറ്റിയുള്ള തൻ്റെ കുടുംബത്തെയും തൻ്റെ ഭാവിയെയും ഇതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ ഭവനത്തിലും കുട്ടികളോട് ഡ്രഗ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ പേടിച്ചോടാനുള്ളതല്ല. ഇത് നമ്മുടെ അടുത്ത്, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വാതിൽക്കലോ നമ്മുടെ വീട്ടിലോ എത്തിയിരിക്കുകയാണ്. അപ്പം ഇതേപ്പറ്റി ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് അവരെ തള്ളിക്കളയുകയല്ല, ഇതേപ്പറ്റി പറഞ്ഞു കൊടുക്കുക. ഇനി ഉപയോഗിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല എങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് അവെയർനെസ്. പിന്നെ അവെയർനെസ് ഇല്ലായ്മ കൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത്, പിന്നെ എപ്പോഴും ഉണ്ടല്ലോ, നമ്മളൊക്കെ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും കാണുമല്ലോ, എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി. ഇപ്പോൾ ഒരു പക്ഷേ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഉപയോഗിക്കുന്നവരുടെ ഓരോ ഇത് കാണുമ്പോൾ, അവരുടെ സ്റ്റൈലും നടപ്പുമൊക്കെ കാണുമ്പം ഇതെന്താണ് ഇവൻ ഇത്ര ഒരു വൈബിൽ നടക്കുന്ന ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ ഞാനിത് പറയുവാണെങ്കിൽ, എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ സീമ ചേച്ചിയൊക്കെ ഇങ്ങനെ സിഗരറ്റൊക്കെ വലിച്ച് കാലൊക്കെ വെച്ചിരിക്കുന്ന സിനിമകളൊക്കെ. അപ്പം ഞാൻ ഇത് ഭയങ്കര പവർഫുൾ ആണല്ലോ, ഭയങ്കര സ്റ്റൈലാണല്ലോ. അപ്പം ഞാനും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൊങ്ങല്യമൊക്കെ ഇല്ലേ നാട്ടിലെ, പൊങ്ങല്യത്തിൻ്റെ ഒരു തണ്ടെടുത്തിട്ട് അതിനകത്ത് പുല്ല് നിറച്ച് ഞാനിങ്ങനെ വലിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പൊതുവെ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അന്നും എനിക്കാരും പറഞ്ഞു തന്നില്ല ഇത് ഉപയോഗിച്ചാലുള്ള ദൂഷ്യഫലം. ഞാൻ വിചാരിച്ചു വളർന്നു വരുമ്പോൾ ഇത് ഉപയോഗിക്കാമെന്ന്. അപ്പം ഞാനത് ഉപയോഗിക്കാൻ കാരണം ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്, ഇതെന്താണെന്നൊന്ന് അറിയാനായിട്ടുള്ള. എനിക്കറിയത്തില്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഞാനും പലരുടെ മുറി വീടികളൊക്കെ എടുത്ത് വലിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് ഇതെങ്ങനെയുണ്ടെന്ന്. അത് ഞാൻ തുറന്നു പറയാൻ കാരണം ഇങ്ങനെ ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ കുട്ടികൾക്കും ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു എക്സ്പെരിമെൻ്റലായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തെന്ന് എന്ന് പറഞ്ഞ പോലെ, അത് മാത്രമല്ല, ഒരാൾ പുകയിലയിൽ തുടങ്ങും, അത് കഴിഞ്ഞിട്ട് പിന്നെ കഞ്ചാവ്, പിന്നെ ഇതിൻ്റെ കൂടുതൽ എടുക്കുമ്പോൾ എന്താണെന്നൊന്ന് അറിയാനുള്ള സ്വന്തം ശരീരമാണ് എക്സ്പെരിമെൻറ്റിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് പറയുമ്പോഴത്തേക്ക് പിയർ പ്രഷർ. അതായത് ഇപ്പോൾ ഞാൻ കുട്ടികളെ കാണുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, വളരെ മിടുക്കിയായിട്ട് പഠിക്കാൻ നല്ല മിടുക്കുള്ളൊരു കുട്ടി. അവളുടെ മെയിൻ ആൻസൈറ്റി എനിക്ക് 1ാം റാങ്ക് വാങ്ങിക്കണമെന്നായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ അടുക്കൽ വന്ന് ആൻസൈറ്റിയൊക്കെ സബ്സൈഡായി അവൾക്ക് 3ാം റാങ്ക് കിട്ടിയതേ ഉള്ളെങ്കിലും അവൾ ഹാപ്പിയായിരുന്നു. കോളേജിൽ പോയി.
കോളേജിലാണേലും നല്ല അവൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇൻറ്റീരിയർ ഡിസൈനിങ് എടുത്ത് പഠിക്കുന്നു, മിടുക്കിയായിട്ട് വരുന്നു. അപ്പോൾ അവളിപ്പോൾ വെക്കേഷൻ്റെ സമയത്ത് എന്നെ കാണാൻ വന്നപ്പോഴത്തേക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കാഷ്വൽ ടോക്കായിട്ട് അവളുടെ പേരൻസും അടുക്കലുണ്ടെന്ന് ഓർക്കണം, എങ്ങനെയുണ്ട് കോളേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. അപ്പം ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഡ്രഗ് ആൽക്കഹോൾ എന്തെങ്കിലും ഉപയോഗിക്കുമെന്ന്. അപ്പം അവൾ പറഞ്ഞു ഞാൻ ഉപയോഗിക്കും. അപ്പം ഞാൻ ചോദിച്ചു എന്തോ പറ്റി? അപ്പോൾ പറയുന്നത് എൻ്റെ കൂടെയുള്ള എല്ലാവരും ഇത് ഉപയോഗിക്കുന്നു, അതുകൊണ്ട് ഞാൻ വീക്കെൻഡിൽ ഞാൻ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്, 3, 4 ബിയറും 5, 6 ഷോ. ഇതൊക്കെ കേട്ടപ്പോൾ നല്ല പഠിക്കുന്ന കുട്ടി, നല്ല കുടുംബത്തിലുള്ള കുട്ടി ഇത് ഒരു കൂളായിട്ട് പറയുന്നു, മാതാപിതാക്കൾ അത് കേട്ട് ചിരിക്കുന്നു. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾ പറയുന്നത് അവൾക്കിത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ ഉപയോഗിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള കൂട്ടുകാർ അവളെ ഐസൊലേറ്റ് ചെയ്യും. അപ്പോൾ അവൾ പഠിക്കാൻ മിടുക്കിയാണ്, ഇപ്പോഴും 1ാം സ്ഥാനത്താണ്, പക്ഷേ അവൾക്ക് ഫ്രണ്ട്സിനെയും വേണം. അപ്പോൾ അവരോടൊപ്പം അത് ഉപയോഗിച്ചില്ലെങ്കിൽ അവളെ ഐസൊലേറ്റ് ചെയ്യുമെന്ന്. പക്ഷേ കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഉപയോഗിച്ച് തുടക്കി പിന്നെ ഓരോ സമയവും ഇതിൽ കൂടുതൽ എടുത്ത് നിങ്ങൾ പഠിക്കാൻ പോയ കുട്ടികളാണ്, നിങ്ങളുടെ ആ പഠിത്തത്തിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് മറ്റ് പല രീതിയിലോട്ട് ആയിപ്പോകും. പിന്നെ നിങ്ങളല്ലാതാകും. അതേസമയം നിങ്ങൾ പഠിത്തത്തിൽ തന്നെ പിന്നെ നിങ്ങളല്ലാതായി നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും നിങ്ങളെ വിട്ടുപോകും, നിങ്ങൾക്ക് ആരുമില്ലാതാകും. അതേ സമയത്ത് നിങ്ങൾ പഠിത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു നൈമിഷിക നേരത്തേക്ക് കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലായിരിക്കും. പക്ഷേ നിങ്ങൾ പഠിച്ച് നല്ല ഉയർന്ന നിലയിൽ എത്തുമ്പോൾ ഓരോ കുട്ടികളും നിങ്ങളുടെ അടുക്കളയിട്ട് തന്നെ, അതായത് ഒരുപക്ഷെ നിങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആകുമ്പം നിങ്ങളുടെ നല്ല ഗ്രേഡും നല്ല മാർക്കുകളും കണ്ട് എത്ര പേര് നിങ്ങളുടെ അടുക്ക ഹെൽപ്പ് ചോദിച്ച്, അതായത് അവർക്കും തിയറിറ്റിക്കലായിട്ടോ പഠനത്തിൻ്റെ കാര്യത്തിലായിട്ടോ എന്ത് രീതിയിലാണ് നിങ്ങൾ മിടുക്കർ അതേപ്പറ്റി ചോദിച്ച് എത്ര ഫ്രണ്ട്സ് നിങ്ങളുടെ അടുക്ക വരുമെന്നറിയാമോ? ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. എത്ര കുട്ടികൾക്ക് അങ്ങനെ ഒരു നല്ല ഭാവി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരില്ല എന്ന് വിചാരിച്ച് ഒരു കൂട്ടുകാരൻ അല്ലെ കൂട്ടുകാരത്തി ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് കരുതി നിങ്ങളെ പുറന്തള്ളുവാണെങ്കിൽ അവർ നിങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരല്ല. നിങ്ങൾ അവരുമായിട്ടല്ല കൂട്ടുകൂടേണ്ടത്. നിങ്ങളെ തന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കുട്ടികൾ അഥവാ മുതിർന്നവരും ഉപയോഗിക്കുന്ന മറ്റൊരു റീസണാണ് റെക്രിയേഷണൽ യൂസ്. അതായത് എല്ലാ പാർട്ടികൾക്കും ഇപ്പം നമ്മൾ കാണുന്നില്ലേ, പാർട്ടികളിൽ പണ്ട് മുതലേ ഉണ്ട്, കുടിയും വലിയുമുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഇപ്പോൾ MDMA അതുപോലെയുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതുപോലുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി കിട്ടും, കൂടുതലായിട്ട് ഡാൻസ് ആണോ പാട്ടാണോ ഇതൊക്കെ നല്ല വൈബോടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ് പെർഫോമൻസ്. അതായത് ചിലർക്കൊക്കെ ഇങ്ങനെ സോഷ്യൽ ആൻസൈറ്റി കാണുമായിരിക്കും, ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റാതെ. അപ്പം ഇതെടുക്കുമ്പോഴേക്ക് ഒരു ഇച്ചിരി എനർജി ആയിട്ടൊക്കെ തോന്നും, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കാണുന്നതാണ് പല സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ പല സ്റ്റീറോയിഡ്സും അതുപോലെ സ്റ്റിമുലൻസും ഉപയോഗിച്ച് പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു ടൈം ബീങ്ങിനാണെന്ന് വിചാരിക്കണം, അതൊരിക്കലും ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ശരീരത്തിൽ ഇത് ഉപയോഗിക്കുന്ന നെഗറ്റീവ് ഇഫക്റ്റ് ഓർക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ചിലർക്കൊക്കെ ഉണ്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് കുറവ്, ഒരു ആൾക്കാരെ അഭിമുഖീകരിക്കാനായിട്ടുള്ള ഒരു കുറവ്, സ്റ്റേജ് ഫിയറിങ്, ഇങ്ങനെയുള്ളവരും ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതും ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ടൈം ബീങ്ങിനാണ്, അങ്ങനെ ഇത് ഉപയോഗിക്കരുത്. പിന്നെ മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ നമ്മൾ നോക്കുവാണ്, ചുറ്റുപാടും നമ്മൾ നോക്കുവാണ്, ഇതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇപ്പം എൻ്റെ സമയത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ കേട്ടിട്ടുള്ളത് ആകെ ഒക്കെ കള്ള്, ചിലപ്പോൾ പുകയില അല്ലെങ്കിൽ കഞ്ചാവ്, ഇത് കൂടുതലൊന്നും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല ഒന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, കഴിഞ്ഞ വെക്കേഷന് ഞാൻ നാട്ടിൽ പോയപ്പം എനിക്ക് നാട്ടിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റി. അപ്പോൾ ആ കുട്ടികൾ ഓരോ മരുന്നിൻ്റെയും പേര് പറയുന്ന കേട്ടപ്പോൾ, അതായത് തൊട്ടടുത്ത മാടക്കടയിൽ പണ്ട് നമ്മൾ പോയി ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു കല്ലുമുട്ടായി വാങ്ങിച്ച പോലെയാണ് കുട്ടികൾ ഇത് പോയി വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ ഈസിലി അവൈലബിൾ ആകുമ്പം കുട്ടികൾക്ക് കൂട്ടുകാരും എല്ലാവരും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ചിന്തിക്കാനുള്ള കഴിവില്ല. അവർ ആ സമയത്ത് ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി മേടിച്ച് കഴിക്കുന്നു. അപ്പോൾ അവൈലബിലിറ്റി അതും മറ്റൊരു റീസണാണ് ഇത് ഉപയോഗിക്കാനായിട്ടുള്ളത്. പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതായത് ചില കുടുംബത്തിൽ എനിക്ക് പല പേഷ്യൻസ് ഉണ്ട്, അവർ അപ്പനും അമ്മയും കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ച് കഞ്ചാവ് എടുക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒരു ആൽക്കഹോളൊക്കെ ആണെങ്കിലും
അപ്പനും അമ്മയും എല്ലാവരും കുടിക്കുമ്പോൾ ഒരു സിപ്പ് വന്ന് കുടിച്ചിട്ട് പോകുന്ന കുട്ടികൾ. അപ്പം ചില കുടുംബത്തിൽ എല്ലാവരുമായിട്ടൊരു സോഷ്യലായിട്ട് ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ ചില കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഓർക്കണം, ചില കമ്മ്യൂണിറ്റി പാർട്ടികളിലൊക്കെ അഥവാ കല്യാണത്തിനൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ ഈ കള്ളൊക്കെ വിളമ്പുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ഇതുകൊണ്ട് നമ്മൾ ഇതിനെ നോർമലൈസ് ചെയ്യുവാണ്. ഇത് നോർമൽ പാർട്ട് ഓഫ് ലൈഫാണ്. ഇതൊന്നും കുഴപ്പമില്ല, ഇച്ചിരി കള്ളോ കഞ്ചാവോ ഒന്നും കുഴപ്പമില്ല, ഇതൊക്കെ നോർമലാണ്, ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, ഒരു റിക്രിയേഷനാണ്. അങ്ങനെ ഒരു ആ ചിന്തയിൽ കൂടി ഉപയോഗിക്കുന്നവർ വളരെയധികമുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഓർക്കണം, നമുക്ക് ചിലർ പറയും എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഒന്ന് റിലാക്സ് ആണ്, ഓക്കെ, അതിനു വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് 2 പെഗ് അടിച്ചാൽ ഓക്കെ ആകും, അല്ലെങ്കിൽ ഇച്ചിരി 2 പുകയെടുത്താൽ ഓക്കെ. അടുത്തതായിട്ട് മീഡിയയുടെ ഇൻഫ്ലുവൻസ്. ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, ശരിയാണ്, സ്കൂളിൽ പഠിപ്പിക്കണം, മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. പക്ഷേ മീഡിയ, ഇപ്പം നമ്മുടെ കുട്ടികൾ കൂടുതൽ സമയം, എനിക്ക് തോന്നുന്നത് മാതാപിതാക്കളോടൊക്കെ സംസാരിക്കുന്നതിൽ കൂടുതൽ സമയം സോഷ്യൽ മീഡിയാസാണ്. ചിലപ്പോൾ അവർക്കത് എഡ്യൂക്കേഷണൽ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾക്ക് ഒരിക്കലും അവരെ സോഷ്യൽ മീഡിയ എക്സ്പോസ് നോക്കാതിരിക്കാൻ പറ്റത്തില്ല, അവർക്കത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്? നമ്മൾ ഓർത്ത്, സാധാരണ ഒരു മൂവി, ഒരു കുടുംബ മൂവി ആണെങ്കിൽ പോലും അതിനകത്തെ നായകൻ സ്ട്രെസ്സാകുമ്പം 2 പുക വലിക്കും, അല്ലെങ്കിൽ 2 പെഗ്ഗടിക്കും. എല്ലാ കല്യാണത്തിനും ഇത് തന്നെ അല്ലേ? അതുപോലെ തന്നെ ഏത് പൊസിഷനുള്ള പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, IAS ഓഫീസർ ആയിക്കോട്ടെ, IPS ഓഫീസർ ആയിക്കോട്ടെ, മിനിസ്റ്റർ ആയിക്കോട്ടെ, ആരാണെങ്കിലും എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വരുമ്പം അവരുടനെ പെഗ്ഗടിക്കും, അല്ലെ പുക വലിക്കും. ഇത് ശരിയായ നടപടിയാണോ? ഇതാണോ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചെറുപ്പത്തിൽ സീമ ചേച്ചിയൊക്കെ പുക വലിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് വലിയൊരു നല്ല കാര്യമാണെന്ന്. അപ്പം നമ്മൾ ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലോട്ട്, കുഞ്ഞുങ്ങളുടെ ബ്രെയിനിലോട്ട് എന്താണ് ഇടുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതനുസരിച്ചാണ് അവരുടെ ഈ മരുന്നിൻ്റെ ഉപയോഗവും. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ്. നമ്മുടെ നാട് എൻ്റെ വീട്ടിലിതില്ല, അല്ലെങ്കിൽ എൻ്റെ സ്വന്തക്കാരുടെ വീട്ടിൽ ഇതല്ല എന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ തലമുറയാണ് നാളത്തെ വാഗ്ദാനങ്ങൾ. അപ്പം അവരെ നന്നായിട്ട് നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതിനെതിരായിട്ട് ഇതിനെതിരായിട്ട് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എക്സ്പോഷർ കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഉപയോഗിച്ചോട്ടെ, ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് വരുന്ന ദൂഷ്യഫലം കാണിക്കുക, അല്ലാതെ നായകൻ ഇരുന്ന് പുകവലിക്കുന്നു, കുടിക്കുന്നു, എന്നിട്ട് അടിയിൽ എഴുതി കാണിക്കും ഇത് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. എനിക്ക് തോന്നുന്ന പകുതി പേരും അത് വായിക്കാറ് പോലുമില്ല. അത് ശരിയായ നടപടിയാണോ? ഇതിനെതിരായിട്ട് മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഓക്കെ, അങ്ങനെയുള്ളവർ ഉപയോഗിച്ചോട്ടെ. അതിൻ്റെ ദൂഷ്യഫലം അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അത് നെഗറ്റീവായിട്ട് കാണിച്ചാണ് നമ്മൾ ഫിലിം പ്രൊമോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളൊരു നായകൻ ഇത് ഉപയോഗിക്കുന്നു, എന്നിട്ടും പുള്ളിക്ക് ഒരു കുഴപ്പവുമില്ല, പുള്ളി നായകനായിട്ട് നിൽക്കുന്നു, ഇങ്ങനെയൊരു നെഗറ്റീവ് തോട്ട്സ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. ഇനി ലാസ്റ്റ് നോട്ട് ലീസ്റ്റ്, അതായത് അടുത്തത്, നമ്മൾക്ക് എന്തെങ്കിലും മാനസിക ആരോഗ്യമുള്ളവർ, അതായത് ആൻസൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെ മിക്കവാറും ഇതുപോലെ ഉപയോഗിക്കുന്ന പലർക്കും ഉപയോഗിക്കുന്ന സമയത്തില്ലെങ്കിലും ഉപയോഗിച്ചാണെങ്കിലും അവർ ഡിപ്രഷൻ, ആൻസൈറ്റിയിൽ എത്താറുണ്ട്. അഥവാ അല്ലാതെ തന്നെ ചിലർക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ ഡയഗ്നോസിസ് ഉള്ളവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ 2 പെഗ്ഗടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് എടുക്കും. അത് ഒരു ടൈം ബീയിങ് ഒരു റിലാക്സേഷൻ കിട്ടും. പക്ഷേ അതിൻ്റെ എഫക്റ്റ് പോയി കഴിയുമ്പോൾ കൂടുതലായിട്ട് അവർ സിവിയർ ഡിപ്രഷനിലോട്ടാണ് പോകുന്നത്. പിന്നെ ചിലർക്ക് ജീവിതത്തിൽ പല ട്രോമകൾ, അതായത് ഭയങ്കര പേടിപ്പെടുത്തുന്നതോ വേദനാജനകമായോ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സെക്ച്വൽ ട്രോമ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഇതിൻ്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം എനിക്ക് തോന്നുന്ന, ഞാൻ ഒരുവിധമൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്നത് ഞാൻ ഒരുവിധമൊക്കെ കവർ ചെയ്തു. അതായത് മെയിനായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ ഇൻഫ്ലുവൻസ് ആണ്. പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ ലാക്ക് ഓഫ് അവെയർനെസ്, എഡ്യൂക്കേഷൻ കുറവാണ്. അപ്പം ഉപയോഗിക്കുന്നവർ ഉപയോഗം നിർത്തുക. ഇനി ഉപയോഗിക്കാനായിട്ട് പോകുന്നവർ
എപ്പോഴും ചിന്തിക്കുക ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കുട്ടികളെയും മുതിർന്നവരെയും പറഞ്ഞ് മനസ്സിലാക്കണം ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് ഫീലിങ്സ്, നെഗറ്റീവ് സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ്, നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും മൊത്തം നശിപ്പിക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ഓടിയൊളിക്കേണ്ടതും ഇതിനെ ഉപേക്ഷിക്കേണ്ടതും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തുരത്തി പായിക്കേണ്ടതും നമ്മുടെ കടമയാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയുമായിട്ട്, അപ്പം എൻ്റെ അടുത്ത വീഡിയോ ഞാൻ വരാനായിട്ട് അടുത്ത വീഡിയോയുടെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്, ഇനി ഒരു പക്ഷേ ഓർക്കൂ, ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഈ തലമുറയുടെ അടുത്ത തലമുറയ്ക്ക് വരുന്ന എന്തെല്ലാമാണ് അടുത്ത തലമുറ അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതേപ്പറ്റിയാണ് എൻ്റെ അടുത്ത വീഡിയോ. ഈ ഡ്രഗ്സ് നിങ്ങൾ ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഉപയോഗിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വരുന്ന ദൂഷ്യഫലങ്ങൾ, അവരുടെ ഭാവി എങ്ങനെയായിരിക്കും, അത് നിങ്ങളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ഇതാണ് എൻ്റെ അടുത്ത ടോപ്പിക്ക്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇത് പ്രയോജനപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.